തൊണ്ടിമുതൽ കേസിൽ ആന്റണി രാജുവിന്റെ ശിക്ഷാവിധി മരവിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആന്റണി രാജു അപ്പീൽ നൽകിയത് ഇന്ന് കോടതി പരിഗണിക്കും. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ഒരു മരവിപ്പിക്കൽ ഉണ്ടാവുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് ആന്റണി രാജു തന്നെ വീണ്ടും മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിന് കാരണമായി പാർട്ടി കാണുന്നത് അവിടെ വേറെ ആരും മത്സരിച്ചാലും വിജയിക്കില്ല, വിജയസാധ്യത ഉറപ്പാക്കാൻ ആന്റണി രാജുവിന് മാത്രമേ സാധിക്കുള്ളൂ എന്നാണ്. അങ്ങനെ മത്സരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ആന്റണി രാജുവിന്റെ ചിഹ്നം എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. എന്ത് തോന്നുന്നു? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആന്റണി രാജുവിനെ ഒരു മന്ത്രി അല്ലെങ്കിൽ നിയമസഭാ അംഗമായിരിക്കുന്ന സമയത്താണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് അംഗത്വം മരവിപ്പിക്കുന്ന ഒരു രീതിയും ശിക്ഷ വിധിക്കുന്ന ഒരു രീതിയുമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ ഒരാളെ ഇവര് പറയുന്നത് പുതിയൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് ജയിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടാണ്, പരിചയപ്പെടുത്തി ഇദ്ദേഹത്തിനെ ആവുമ്പോൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. തിരുവനന്തപുരത്ത് മാത്രമല്ല, അങ്ങ് കാസർഗോഡ് വരെ ഇദ്ദേഹത്തിന്റെ കേസും ഇദ്ദേഹം ആരാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ തോറ്റ് വീട്ടിലിരിക്കാം, അതായിരിക്കാം ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവുന്നില്ല. പ്രത്യേകിച്ച് ഒരു മുഖവരയുടെ ആവശ്യം വല്ലതും ആണോ, സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ട് വല്ലതും ആണോ ഇദ്ദേഹത്തിനെ പിടിച്ച് ജയിലിൽ ഇട്ടെന്നാണ് ഇപ്പൊ സംശയിക്കേണ്ടിയിരിക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു കേസിലൊക്കെ ഇത്ര പ്രൗഡായിട്ട് കാണുന്ന മറ്റൊരു പാർട്ടിയോ നേതൃത്വമോ കാണില്ല. സാധാരണ ഒരു കേസ് വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രതിച്ഛായ ഉള്ള ഒരാളെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന നിലപാടാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. അങ്ങനെ അങ്ങോളം ഇങ്ങോളം ഉള്ള ഇവരുടെ തന്നെ പ്രതിനിധികളെ ഇവർ മാറ്റി നിർത്തുന്നുണ്ട്. ജയസാധ്യത ഇവരുടെ ഇത്തരത്തിലുള്ള അങ്ങനെ ഒരു ഫേസ് വാല്യൂ ഇപ്പൊ ഇവർക്കില്ല, ജയ സാധ്യത കുറവാണ് എന്ന രീതിയിൽ ഇവരുടെ തന്നെ ഒരുപാട് നേതാക്കളെ ഇവർ മാറ്റി നിർത്തുന്നുണ്ട്. അപ്പൊ അതിലും കുറച്ചും കൂടെ എന്താണ് ഇദ്ദേഹത്തിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇദ്ദേഹത്തിന്റെ കേസ് തന്നെ ആയിരിക്കും. തീർച്ചയായിട്ടും. കാരണം ഇവർ മാറ്റി നിർത്തിയിരിക്കുന്നവർക്കൊന്നും പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള കേസുകളോ കൂട്ടങ്ങളോ ഒന്നും ഉള്ള ആളുകളല്ല. നല്ല രീതിയിൽ ഭരിച്ചു പോയിരുന്ന, നല്ല രീതിയിൽ ജനപ്രതിനിധി ആയിരുന്ന സമയത്തും അതല്ലാതിരിക്കുന്ന സമയത്തും കൃത്യമായി ജനങ്ങളുടെ മനസ്സിൽ ഒരു വേരുറപ്പിക്കാൻ സാധിച്ച ആളുകളെയൊക്കെ തന്നെയും കൃത്യമായി പിറക്കിയെടുത്ത് CPM മാറ്റിവെച്ചിട്ടുണ്ട്. ഇനി ഏതൊക്കെ ആളുകൾക്ക് കേസുണ്ടോ, ആരൊക്കെ പ്രതികളായി വന്നിട്ടുണ്ടോ, ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് ആരൊക്കെയാണോ അവരെയൊക്കെ നോക്കി തിരഞ്ഞുപിടിച്ച് സ്ഥാനാർത്ഥിത്വം നൽകിയിട്ടുമുണ്ട്. ജനങ്ങൾ തന്നെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുമായിരിക്കും. 21 തൊട്ട് 23 വരെ ഇദ്ദേഹം ഗതാഗത മന്ത്രിയായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ അതിനുശേഷം ആ ഒരു സ്ഥാനത്തേക്ക് വന്ന, അല്ലെങ്കിൽ ആൾക്കാർ കമ്പയർ ചെയ്യാൻ പോകുന്നത് ഗണേഷ് കുമാറിനെ വെച്ചിട്ടായിരിക്കും. ഇപ്പോഴുള്ള ഈ ഒരു ഗതാഗത മന്ത്രിയും മുൻപുണ്ടായിരുന്ന ഇയാളെ സംബന്ധിച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏത് തലത്തിലൊക്കെയാണ് ഇദ്ദേഹത്തിനെ കൊണ്ടുവന്ന് അവിടെ നിർത്താൻ പോകുന്ന എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. പിന്നെ ശിക്ഷാവിധി, ഇദ്ദേഹം ഇതിനു മുൻപ് തനിക്ക് ഇലക്ഷന് നിൽക്കണം എന്നുള്ള രീതിയിൽ കോടതിയെ സമീപിക്കുകയുണ്ടായിരുന്നു. അപ്പൊ കോടതി പറഞ്ഞിട്ടുള്ളത് ഒരു പൗരന്റെ മൗലിക അവകാശമല്ല മത്സരിക്കുക അല്ലെങ്കിൽ ജനപ്രതിനിധി ആകുക എന്നുള്ളത്. അതിന് അന്തസ്സും അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ കോട്ടം തട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങളെ ഒരു കേസിനകത്ത് നിങ്ങൾ അതിൽ തിരിമറി കാണിച്ചിട്ടുണ്ട്. കേസ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട ഒരു വിദേശിയുടെ അയാളുടെ തൊണ്ടി മുതൽ ഇയാൾ മാറ്റി. തൊണ്ടി മുതൽ മാറ്റി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ പേര് നമ്മൾ പറയുന്നില്ല, പരാമർശിക്കുന്നില്ല. എന്തായാലും ആ രീതിയിൽ ഇദ്ദേഹം മാറ്റി കൊടുത്തിട്ടുണ്ട്. മാറ്റി അത് തെളിയുകയും ചെയ്തു. കോടതിയാണ് ഇദ്ദേഹത്തിന് ശിക്ഷ വിധിച്ചത്. 3 വർഷം തടവ് ശിക്ഷ വിധിച്ചു. ആ ശിക്ഷാവിധിയാണ് തനിക്ക് മത്സരിക്കണമെന്ന രീതിയിൽ മാറ്റിയത്. ചിലപ്പോൾ അതൊന്നും വലിയ കേസ് ആയിരിക്കില്ല. ഇതിന്റെ അപ്പുറത്ത് ഈ സ്വർണ്ണ കള്ളക്കടത്തും അതേപോലെ തന്നെ സ്വർണ്ണക്കൊള്ളയും ശബരിമല കൊള്ളയും ഇങ്ങനെ ഒരുപാട് നീണ്ട കൊള്ളകൾ നടക്കുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടെപ്പെടുന്നു. മരുമകൻ, മന്ത്രിയായിരിക്കുന്ന മരുമകന്റെ പേരിൽ പലതും വരുന്നു. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട് ഒരു ജട്ടി മാറ്റിയതിലേക്ക് ഒരാളെ അതൊരു വലിയ കാര്യമാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം CPM അങ്ങനെ ഒരു നിലപാട് എടുക്കുന്നത്. ജയസാധ്യതയായിട്ട് തിരുവനന്തപുരത്തെ അല്ലെങ്കിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് വേറൊരാളെ നിർത്തിയിട്ട് കാര്യമില്ല. അല്ല, പാർട്ടി ചിന്തിക്കുന്നത് ഈ പറയുന്നത് പോലെ പ്രത്യേകിച്ച് മുഖവരിയുടെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാതെ നിർത്താൻ സാധിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്നാണ് പാർട്ടി ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം ജനാധിപത്യ കേരള കോൺഗ്രസിൽ നിന്നാണ് അദ്ദേഹം മത്സരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണയ്ക്കൊന്നും സൈക്കിളോ മറ്റോ ആരും തോന്നുന്നു അദ്ദേഹത്തിന്റെ ചിഹ്നം, അറിയില്ല. എന്തായാലും ഈ പറയുന്ന ആളെ വീടുകളിൽ ചെന്ന് വോട്ട് ചോദിക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് മുൻ പരിചയത്തിന്റെ ആവശ്യമില്ല. ജെട്ടി കേസിലെ നമ്മുടെ ആന്റണി രാജു ഇല്ലേ എന്ന് ചോദിച്ചാൽ അപ്പോൾ തന്നെ ജനങ്ങൾ ചിലപ്പോൾ ചൂരെടുക്കും. അതുകൊണ്ട് വിധി എന്താകുമെന്ന് മുൻകൂട്ടി കാണേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇദ്ദേഹത്തിന് ഇപ്പോൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ശിക്ഷാവിധി മരവിപ്പിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് ഇനി മത്സരിക്കാൻ സാധിക്കില്ല. കാരണം 2 വർഷത്തിന് മുകളിൽ ശിക്ഷയുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ജനപ്രതിനിധി ആകാൻ കഴിയില്ല എന്നുള്ളതാണ്. കേസ് നിലനിൽക്കുന്ന ഒരാൾക്ക് ഒരിക്കലും മത്സരിക്കാനൊന്നും പറ്റില്ല. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കോടതിയുടെ കയ്യിലാണ് തിരുവനന്തപുരം സെൻട്രലിന്റെ ഭാവി ഇരിക്കുന്നത്. ആദ്യം ചോദിച്ച സമയത്ത് കോടതി പറഞ്ഞത് ഇത് നമുക്ക് അങ്ങനെ റദ്ദാക്കാനൊന്നും പറ്റില്ല, കാരണം നിങ്ങൾ തെറ്റ് ചെയ്തു എന്നുള്ളത് പൂർണ്ണമായി കണ്ടതുകൊണ്ടാണ്. അല്ലാതെ ഈ ഒരു നിയമസഭാ അംഗത്തിൽ ഇരിക്കുന്ന ഒരു ജനപ്രതിനിധിക്ക് എങ്ങനെയാണ് 3 വർഷമൊക്കെ ശിക്ഷാവിധി കൊടുത്ത് അങ്ങനെ ശിക്ഷ അനുഭവിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത് എങ്ങനെയാണ്? അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് തനിക്ക് ഇലക്ഷന് മത്സരിക്കണമെന്നും പറഞ്ഞ് കേസ് മായ്ച്ച് തേച്ച് കളഞ്ഞാലും ജനങ്ങളത് മറക്കില്ലല്ലോ. ജനങ്ങൾ കണ്ടതാണ്
നിങ്ങൾ എന്താണ് ഈ കേസ് എന്താണെന്ന് അറിഞ്ഞതാണ്, അതേപോലെ നിങ്ങൾക്ക് കിട്ടിയ ശിക്ഷ അറിഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്കുണ്ടായ ഒരു ഫേസ് എന്താണോ, ഗതാഗത മന്ത്രി ആയിരിക്കെ തന്നെ അല്ലെങ്കിൽ ഗതാഗത മന്ത്രി എന്ന രീതിയിൽ നിങ്ങൾ പ്രവർത്തിച്ച കാര്യങ്ങളെക്കാട്ടിലും ഈ ഒരു കേസാണ് എല്ലാവരുടെയും മൈൻഡിലുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളെ അവിടെ പോയി മത്സരിച്ചു കഴിഞ്ഞാലും പ്രചരണത്തിന് ഇറങ്ങുന്ന നിങ്ങളുടെ പ്രവർത്തകർക്ക് തന്നെ ഒരു നാണക്കേടില്ലേ എന്നാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പറയുകയാണ് വേറെ ഒരാളില്ലാന്ന്. ഇത്രയധികം അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയോ പാർട്ടിയുടെ ആ ഒരു അണികളുടെയൊക്കെ ഒരു സമ്പത്ത് എന്ന് പറയുന്നത്? ആരും ഇല്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നത്? ചിലപ്പോൾ ഒരുപക്ഷെ കണ്ണിന് പിടിക്കുന്ന കണ്ണിന് പിടിക്കുന്ന നേതൃത്വത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾ ഇല്ലെന്നായിരിക്കും നേതൃത്വം ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം അവർ പറയുന്ന രീതിയിൽ അവർ ചരട് വലിക്കുമ്പോൾ കളിക്കുന്ന, അല്ലെങ്കിൽ അവർ ചരട് വലിക്കുമ്പോൾ അവരുടെ ഇഷ്ടത്തിന് നീങ്ങുന്ന പാവകളെ പോലെ ചിലരാണ് CPM ഇന്നത്തെ ആ ഒരു ലിസ്റ്റ് പരിശോധിച്ചാൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നേതൃത്വത്തിന് ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ചില ആളുകളെ മാത്രം മത്സരിപ്പിക്കുന്നു, അല്ലാത്തവരെയൊക്കെ മാറ്റി നിർത്തുന്നു. ഇവിടെ ഇപ്പോൾ ആന്റണി രാജുവിന് പകരം എത്രയോ ആളുകൾ CPM ഈ ജനങ്ങൾക്ക് അത്രത്തോളം ഇഷ്ടമുള്ള, ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം നേതാക്കൾ മാറ്റി നിർത്തിയ നേതാക്കളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് തന്നെയാണല്ലോ പറയുന്നത്. തിരുവനന്തപുരം വെസ്റ്റ് തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് ആന്റണി രാജു അല്ലാതെ മറ്റൊരാളെ ഇല്ല എന്ന് പറയുന്ന സമയത്ത് അവിടെ അങ്ങനെ ഒരു പ്രതിനിധി ഉണ്ടാവില്ലായിരിക്കും. CPM അവർക്ക് നിർത്താൻ തോന്നുന്ന ആൾക്കാർ ആരും അവിടെ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അയാൾ അവർ ഈ ഒരു ആളെ തന്നെ വീണ്ടും നിർത്താമെന്നുള്ള രീതിയിൽ കൃത്യമായ ഒരു സംശയം വഴിവെക്കുന്നുണ്ട് എന്നുള്ളതാണ്. മാസ്റ്റർ നിലവിൽ ഇന്ന് അവിടെ മീറ്റിംഗിലേക്കൊക്കെ തിരുവനന്തപുരത്ത് യോഗം ചേരാനൊക്കെ വന്നിട്ടുണ്ട്. യോഗം ചേരുന്നതിന്റെ അവസാനമായിരിക്കാം ഈ സീറ്റുകളിൽ ഒന്ന് ആന്റണി രാജുവിന് കൊടുക്കാം. പ്രവർത്തനത്തിന് ഇവരൊക്കെ ആരെങ്കിലും വരുമോ എന്നുള്ളത് സംശയമാണ്. വേറെ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും പോകുന്നത്. ഇദ്ദേഹത്തിനൊക്കെ എനിക്ക് തോന്നുന്നു ബലിയാടാക്കാൻ വല്ലതുമായിരിക്കും നിർത്തുന്നത്. ബലിയാട് എന്നുള്ളതല്ല, ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ എങ്ങനെയാണ് BJPയുടെ കയ്യിൽ പോയത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. കൃത്യമായി CPMന്റെ കയ്യിൽ ഭദ്രമായിരുന്ന ഒന്ന് അവർ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുകയായിരുന്നു BJPക്ക്. അത് തന്നെ ആയിരിക്കണം ഇനിയിപ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കാണുന്നത്. ഇതിനെ നമ്മൾ പരിശോധിച്ചാൽ ഈ പറയുന്ന സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ വിജയിക്കില്ല എന്നുള്ള ബോധ്യം CPMനും ഉണ്ട്, പൊതുജനങ്ങൾക്കും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നിട്ടും അവർ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു എന്ന് ചോദിച്ചാൽ തോൽക്കണം, CPMന്റെ കാൻഡിഡേറ്റ് തോൽക്കണം. അവിടെ BJPക്ക് ആ ഒരു വോട്ട് കിട്ടുകയാണെങ്കിൽ, BJP വിജയിക്കുകയാണെങ്കിൽ മറ്റെന്തെങ്കിലും നേട്ടം പാർട്ടിയിലെ ചില നേതാക്കന്മാർക്ക് ഉണ്ടാകുമായിരിക്കാം. പക്ഷേ ഇദ്ദേഹം അങ്ങനെ മത്സരിക്കുകയാണെങ്കിൽ നിലവിൽ ഇതുവരെ അതിന്റെ തീരുമാനം ആയിട്ടില്ല. അപ്പോ മത്സരിക്കുകയാണെങ്കിൽ സാധാരണ ഒരു രീതി ഉണ്ടല്ലോ, പ്രചരണ സമയത്ത് ഒക്കെ നമ്മുടെ കേസുകളുമായി ബന്ധപ്പെട്ട വസ്തുക്കളൊക്കെ കൊണ്ടുവന്ന് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിലൊക്കെ നമ്മൾ കണ്ടതാണ്. കോഴിയെ കൊണ്ടുവരുന്നു, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവരുടെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇപ്പുറത്ത് പോറ്റിയെ കയറ്റിയ പാട്ട് നമ്മൾ ട്രെൻഡിങ് ആയത് കണ്ടതാണ്. അതില് സ്വർണം ഇട്ട് നിൽക്കുന്നത്, അതേപോലെ ബിരിയാണി ചെമ്പ്, ഇതൊക്കെ ആയിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇദ്ദേഹമാണ് നിൽക്കുന്നതെങ്കിൽ പ്രതിപക്ഷങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സാധനങ്ങളൊക്കെ കൊണ്ടുവന്നാൽ മതിയായിരിക്കും. എന്ത് നാണക്കേടായിരിക്കും ഇവരുടെ പ്രചരണത്തിന്റെ ഓപ്പോസിറ്റ്. ഇദ്ദേഹത്തിന് തന്നെ ഒരു നാണം തോന്നില്ലേ എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് അതൊക്കെ പ്രതീക്ഷിക്കാവുന്നത് തന്നെയാണ്. പൊതുവെ കേസുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഇതെടുത്ത് കാണിച്ചു കഴിഞ്ഞാലേ നാട്ടുകാർക്ക് അറിയാം ഇത് ആന്റണി രാജുവിനെ ഉദ്ദേശിച്ചാണ്. കുത്താൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും വോട്ടിംഗ് മെഷീനിൽ പോയി. അതേപോലെ ഇത് എളുപ്പമാണ്. ഇനിയിപ്പോ പ്രതിപക്ഷത്തിന് തിരുവനന്തപുരം മണ്ഡലത്തിൽ കോൺഗ്രസിനോ BJPക്കോ സ്ഥാനാർത്ഥി നിർണയം ആയിട്ടില്ലെങ്കിൽ ആന്റണി രാജു ആണെങ്കിൽ നിങ്ങൾ ആരെ കൊണ്ട് നിർത്തി കഴിഞ്ഞാലും ചിലപ്പോൾ ജയിക്കുന്ന സാഹചര്യമായിരിക്കും. കുറച്ചുകൂടി ശക്തമായിട്ടുള്ള നിങ്ങളുടെ സ്ഥാനാർത്ഥികളാണെങ്കിൽ ജയസാധ്യത കൂടുതലായിരിക്കും. പിന്നെ ആന്റണി രാജുവിനെ സപ്പോർട്ട് ചെയ്യുന്ന അണികളും ഉണ്ടായിരിക്കാം. കാരണം CPMൽ ഇതിലും ഭീകരമായിട്ടുള്ള ഒരുപാട് കേസുകൾ വന്നു പോയിട്ടുള്ളത് കൊണ്ട് ഇത് നിസാരമായിട്ട് തന്നെ ആയിരിക്കാം അവർ കാണുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളെ പിന്തുണയ്ക്കുന്ന ആൾക്കാരും അതേപോലെ ഗ്രൂപ്പിന്റേതായിട്ടുള്ള വോട്ടുകളും ഇയാൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇദ്ദേഹത്തിന്റെ ഭൂരിപക്ഷ വോട്ടുകൾ എന്ന് പറയുന്നത് ഇദ്ദേഹം മത്സരിച്ച സമയത്തൊക്കെ അത്യാവശ്യം വോട്ട് ഷെയർ കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരാളാണ്. ആ ഭൂരിപക്ഷ വോട്ടുകളൊക്കെ കിട്ടുമായിരിക്കാം. പക്ഷെ സാധാ ജനങ്ങളിൽ നിന്നുള്ള വോട്ടുകൾ കിട്ടുമോ എന്നുള്ളത് സംശയമാണ്.